വീണ്ടും റിയൽ കേരള സ്റ്റോറീസ്. ലോകത്തിൻ്റെ ഹൃദയം തൊട്ട രണ്ട് റിയൽ കേരള സ്റ്റോറികളാണ് ഇന്ന് ന്യൂസ് ബാൻഡിലൂടെ അവതരിപ്പിക്കുന്നത്. രണ്ട് കഥകളുടെയും നാൾവഴികൾ കണ്ടെത്താവുന്ന സമാനതകളും ഗൾഫ് ബന്ധവുമൊക്കെ കൗതുകമുണർത്തുന്നതാണ്. രണ്ട് കഥകളുടെയും വിശകലനത്തിൽ നമ്മൾ എത്തുന്നത് കണ്ണീരിൻ്റെ ഉപ്പും വിലയിടാനാവാത്ത സ്നേഹത്തിൻ്റെ കടും മധുരവുമെല്ലാം പുരണ്ട ചില അനുഭവങ്ങളിലും പാഠങ്ങളിലുമാണ്. ആദ്യത്തെ കഥയിലെ നായകൻ കോഴിക്കോട് ഫറൂഖ് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം തൻ്റെ 26-ാം വയസ്സിൽ 2006-ൽ സൗദിയിൽ എത്തുന്നത് ഡ്രൈവർ ജോലി ചെയ്ത് നാട്ടിലെ ദുരവസ്ഥകളിൽ നിന്നും മോചനം നേടാം എന്ന സ്വപ്നവുമായാണ്. എന്നാൽ ഡ്രൈവർ പണിക്കൊപ്പം വീട്ടുജോലികളും ഭിന്നശേഷിക്കാരനായ ഒരു 15 വയസ്സുകാരൻ്റെ പരിചരണവുമെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു റഹീമിന്. ഇതിനിടയിൽ തൻ്റെ ഒരു കയ്യബദ്ധം മൂലം പരിചരണത്തിലിരുന്ന കുട്ടി മരണപ്പെട്ടതും അബ്ദുൾ റഹീം സൗദിയിലെത്തി 1 മാസം തികയും മുമ്പ് തന്നെ റിയാദിലെ ജയിലിലായതും ദുരന്തങ്ങളുടെ തുടർച്ച. സൗദിയിലെ ജീവന് ജീവൻ എന്ന കിരാത നിയമം വിധിയായി വന്നപ്പോൾ 16 വർഷത്തെ ജയിൽ ജീവിതത്തിനു ശേഷം ഈ മാസം 16-ന് റഹീമിനെ തൂക്കിലേറ്റാൻ നിശ്ചയിക്കപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് പ്രവാസി മലയാളികളുടെ എല്ലാമായ KMCC എന്ന സംഘടന മരിച്ച കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നതും രാജ്യത്തെ മറ്റൊരു കിരാത നിയമമായ ദിയാദനം അഥവാ ബ്ലഡ് മണി നൽകി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിനെ മോചിപ്പിക്കുന്നതിനുള്ള വഴി തുറന്നു കിട്ടിയതും. പക്ഷേ റഹീം കൊലക്കയറിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന ചിന്തയിൽ നിന്ന് തന്നെയാവണം 34 കോടി രൂപയ്ക്ക് തുല്യമായ സൗദി റിയാലാണ് മരിച്ച കുട്ടിയുടെ കുടുംബം ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ടത്. പിന്നീട് നടന്നതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ റിയൽ കേരള സ്റ്റോറി. 34 കോടി എന്ന ആകാശ ഗോപുരത്തിന് മുന്നിൽ മരവിച്ചു നിൽക്കാതെ തിളയ്ക്കുന്ന വെയിൽ വഴികളിലൂടെ അലഞ്ഞും യാചിച്ചും മലയാളി ആ ഗോപുരം കീഴടക്കുക തന്നെ ചെയ്തു. അഗ്നിച്ചിറകുകളുള്ള മനസ്സുകളേക്കാൾ ശക്തിയുള്ളതായി പ്രപഞ്ചത്തിൽ എവിടെയും ഒന്നുമില്ല എന്ന് വീണ്ടും തെളിയിച്ച മലയാളി സ്നേഹത്തെ അടയാളപ്പെടുത്താൻ വാക്കുകൾ കിട്ടാത്ത സങ്കടത്തിൽ ന്യൂസ് ബാൻഡും ഈ കഥ വീണ്ടും പറയുക മാത്രം ചെയ്യുന്നു. നമ്മുടെ അടുത്ത കഥയിലെ നായകൻ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി നജീബ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കെട്ടുകഥകളെയും അതിശയിക്കുന്ന ഒരു അതിജീവനത്തിൻ്റെ റിയൽ ഗൾഫ് മലയാളി സ്റ്റോറി ഏതൊരു മലയാളിയുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞിരിക്കും. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെതായി 2008-ൽ പുറത്തുവന്ന നോവലിലൂടെ നജീബിൻ്റെ കഥ മലയാളി മനസ്സിനെ ഉലച്ചു തുടങ്ങിയെങ്കിലും ബ്ലെസ്സി എന്ന കടുംപിടുത്തക്കാരനും അനുഗ്രഹീതനുമായ സംവിധായകൻ ആ കഥയുടെ കാഴ്ച വെള്ളിത്തിരയിൽ എത്തിച്ചപ്പോഴാണ് ഒരു മണൽ ചുഴിയിലേക്കെന്ന വണ്ണം ലോകം ആ കഥയിൽ അകപ്പെട്ടു പോയത്. ദൃശ്യങ്ങൾക്ക് മറ്റേതിനേക്കാളും മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയും എന്നതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചത്. അഗ്നിച്ചിറകുള്ള മനസ്സുള്ള ഒരു മനുഷ്യനൊപ്പം ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലുമായി നിന്ന കുറേ പേരുടെ ഉന്മാദത്തോളം വളർന്ന പാഷൻ സൃഷ്ടിച്ചതാണ് ഈ വിസ്മയം. ഞങ്ങൾ രണ്ടാമത്തെ റിയൽ കേരള സ്റ്റോറിയായി അവതരിപ്പിക്കുന്നത് ഈ ചലച്ചിത്ര വിസ്മയത്തിൻ്റെ നിർമ്മാണ കഥയാണ്. നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരുക്കിയ ഒരു കിടിലൻ സെറ്റിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് വിഷ്വൽ ഇഫക്ട്സിൻ്റെ പിന്തുണയോടെ ഏറിയാൽ 2-3 വർഷം കൊണ്ട് പൂർത്തിയാക്കാമായിരുന്ന ഒരു സിനിമയാണിത്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നജീബിൻ്റെ നരക ജീവിതവും ബെന്യാമിൻ്റെ ആടുജീവിതവും സെല്ലുലോയിഡിലെ സാങ്കേതിക തികവെന്ന ചതുരത്തിൽ ഞെരുങ്ങിപ്പോയേനെ. പകരം സംഭവിച്ചതെന്താണ്? VFX വിദ്യകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലേ എന്ന മട്ടിൽ ബ്ലെസ്സി മരുപ്പറമ്പുകൾ തേടി അലഞ്ഞു. രാജസ്ഥാൻ, സൗദി, ദോഹ, ജോർദാൻ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലെയെല്ലാം മരുഭൂമികളിലൂടെ നജീബിനെയും നെഞ്ചിലേറ്റി നടന്ന് ബ്ലെസ്സിയും പൃഥ്വിരാജുമൊക്കെ നജീബായി മാറുന്നതിനിടയിലാണ് സിനിമ ചിത്രീകരിക്കപ്പെടുന്നത്. ഒരു പതിറ്റാണ്ട് പിന്നിട്ട സമർപ്പണത്തിൽ നിന്ന് ഉയർക്കൊണ്ട ഈ റിയൽ സ്റ്റോറിയിലേക്ക് പാലക്കാട്ടെ റെയിൽവേ സ്റ്റേഷനിലെ കടും വെയിലിലേക്ക് മഴയെ പറഞ്ഞുവിടുകയും മരുഭൂമിയിലെ പൊടിക്കാറ്റിനെ അരമണിക്കൂർ അടക്കി പിടിക്കുകയും ചെയ്തുകൊണ്ട് പ്രകൃതിയും സ്വമേധയാ കടന്നുവന്ന കഥ ബ്ലെസ്സി പറയുമ്പോൾ നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടത് ഒരു ഇഗ്നൈറ്റഡ് മൈൻഡിന് പ്രപഞ്ചത്തിനു മേലുള്ള കാന്തിക ശക്തിയാണ്. പാതി എഴുതിവെച്ച കവിത പൂർത്തിയാക്കാൻ പോലും കെൽപ്പുള്ള നവസംഗീതങ്ങളെയൊന്നും ഭയക്കുകയോ ഒരുപാട് ആശ്രയിക്കുകയോ ഒന്നും ചെയ്യേണ്ടെന്ന ഋജുവായ സന്ദേശമാണ് ഈ സിനിമയുടെ സൃഷ്ടാക്കൾ നൽകുന്നത്. എല്ലാം കമ്പ്യൂട്ടർ എയ്ഡഡ് അല്ലേ എന്ന തിരിച്ചറിവിൽ സ്ക്രീൻ നോക്കിയിരിക്കുമ്പോൾ ആശ്ചര്യം, ഭയം, എന്തിന് ആഹ്ലാദത്തെ പോലും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താൻ കഴിയുന്ന പുത്തൻ പ്രേക്ഷകരെ
മരുഭൂമിയിൽ കനലാട്ടം നടത്തിയ ചതിയെ, വിശപ്പിനെ, ഒറ്റപ്പെടലിനെ, മരണത്തെ എല്ലാം കമ്പ്യൂട്ടർ എയ്ഡ് ഇല്ലാതെ തന്നെ അക്ഷരാർത്ഥത്തിൽ അനുഭവിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ബ്ലെസ്സിയുടെ ആടുജീവിതത്തെ റിയൽ ആക്കുന്നത്. പൊതുവെ ജീവിതത്തിലെ കംഫർട്ട് സോണുകളെ പ്രണയിക്കുന്ന, കുറച്ചേറെ മടിയും അലസതയുമൊക്കെ സ്വന്തം തട്ടകത്തിലെങ്കിലും കൈവിടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ശരാശരി മലയാളിയുടെ മനസ്സിലെ മരുപ്പറമ്പുകൾ ഈ 2 റിയൽ കഥകളിലും നനഞ്ഞൊലിക്കട്ടെ എന്ന ആശംസയിൽ ന്യൂസ് ബാൻഡിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും വരാം ഹൃദയം തൊടുന്ന മറ്റൊരു ന്യൂസ് സ്റ്റോറിയുമായി. ഞാൻ സുമി. ബൈ.